ബാഗ്മാൻ ബാഗ്മാൻ അല്ല. ഈ സിനിമ ഇത് ഒരു ഹൊറർ നെഗറ്റീവ് ശക്തി ഈ പ്രേതം അങ്ങനെ പറയുന്ന നെഗറ്റീവ് ശക്തി. അതായത് പിള്ളേരുടെ ബാഗിലേക്ക് പോവുക. അതായത് ഓരോ ചെറിയ കുട്ടികളിങ്ങനെ ബാഗിൽ ഭയങ്കര ക്രൂരമായി ഒടിച്ച് നുറുക്കി ബാഗിലിട്ട് പൂട്ടി കൊണ്ടുപോവുക പുള്ളിയുടെ ഗുഹ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ. അങ്ങനത്തെ ഒരു സിനിമ. ഫസ്റ്റ് സീൻ തന്നെ കിടലിനായിരുന്നു. ഫസ്റ്റ് സീൻ തന്നെ നല്ല അടിപൊളി സാധനമായിരുന്നു. ശരിക്കും നല്ലൊരു വൈബ് ഡാർക്ക്നെസ് ഒക്കെ നമുക്ക് തോന്നിക്കും. പിന്നെ അവിടെ നിന്ന് എല്ലാ പടത്തോളം, അതായത് എല്ലാ പടത്തല്ല, ചില പടങ്ങളൊക്കെ ഉണ്ട് പേടിപ്പിക്കാൻ വന്നാൽ ശരിക്കും പേടിച്ചു. അതായത് വെറുതെ പ്രേതം വന്ന് പേടിപ്പിച്ച് പോകില്ല, ആളെ കൊന്നിട്ട് പോകും. അങ്ങനത്തെ സിനിമകളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പേടിപ്പിക്കുക പോവുക കുറേ ചാൻസ് ഉണ്ട്. അതായത് ഈ നായകൻ്റെ കുട്ടീനെ ബാഗിലാക്കാൻ നോക്കുന്നതാണ് കാണിക്കണേ. കുറേ ചാൻസ് ഉണ്ടായിരുന്നു. ഇതിനെ ബാഗിലാക്കാൻ പറ്റുന്ന കുറേ ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇയാളെ ബാഗിലാക്കാൻ വരെ പറ്റുന്ന രീതിയിലുള്ള ഇയാളെ ബാഗിലേക്ക് പോകാൻ പറ്റും. ലാസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇയാൾ ബാഗിലേക്ക് പോകാൻ വരെ കുറേ ചാൻസ് ഉണ്ട്. അത്രയും പവർഫുള്ളായ ഒരു നെഗറ്റീവ് ശക്തി. ഇത് പേടിപ്പിക്കാൻ നമുക്കറിയാം ഇതിങ്ങനെ നടക്കുള്ളൂ. ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ അതിനൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഇയാൾ ചെറുപ്പകാലത്ത് ഒരു സംഭവം നടന്നത് കാണിക്കും. പക്ഷെ അതിന് ഇത്രയും നീട്ടിക്കൊണ്ട് ഒരു ആവശ്യം ഉണ്ടായില്ലെങ്കിൽ എനിക്ക് തോന്നിയത് ഇതൊക്കെ സിനിമ ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ ട്വിസ്റ്റൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്ക് ഡൗട്ട് തോന്നി. എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു. അതുമാത്രമല്ല പിടിച്ചിരുത്താനായിട്ടൊന്നും ഉണ്ടായില്ല. അതായത് ഇങ്ങനെ പേടിപ്പിക്കുക പേടിപ്പിക്കുക. ഇത് പെട്ടെന്ന് തീർക്കാനുള്ള സംഭവമായിരുന്നു. അതിനൊക്കെ ഇങ്ങനെ നീട്ടി വലിയ ലാസ്റ്റിലേക്ക് കൊണ്ടുപോയി നീട്ടി വെച്ച പോലെയുണ്ട്. ഇതിൻ്റെ പോസ്റ്ററിനെ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. വലിയ സുഖം. ഒന്നാമത് ഈ സിനിമ കേട്ടിട്ടും കൂടി ഉണ്ടായില്ല. പിന്നെ നെറ്റ്ഫ്ലിക്സിലാണ് ഇത് ഉള്ളത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായി. പക്ഷെ ഒരു തവണ ഒക്കെ കാണാനുള്ളതുണ്ട്. അത് ഒരു തവണ കാണാമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് കാണാം, അല്ലാണ്ട് വേറെ ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതായത് പേടിക്കാൻ വെച്ചാൽ ആ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ഒരു ചെറുതായിട്ടൊരിത്. പക്ഷേ നമുക്കറിയാം ഈ സീൻ വരുമ്പോൾ ഇവിടെ കട്ടാവും, ഇതിങ്ങനെ പോവും. നമുക്ക് നേരത്തെ അറിയാം. അതിങ്ങനെ കാണാൻ നമുക്ക് ആ നെഗറ്റീവ് ശക്തിനെ കാണാനൊരു അതുപോലെ ഇങ്ങനെ കാണാം എന്നുള്ളതുള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സിനിമയകത്തൊന്നുമില്ല. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ വെറുതെ കണ്ട് സമയം കളയണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇനി വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇത് വലിയ സുഖമൊന്നുമില്ല സിനിമ. അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാം ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന്. ബൈ.